സോ ഹലോ എവരിവൺ, എല്ലാവർക്കും എജു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാളത്തെ മലയാളം സെക്കൻഡ് പരീക്ഷയിൽ 6 മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. കൂടാതെ എജു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നോട്ടുകളും മറ്റ് അപ്ഡേറ്റ്സുകളും ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഷുവർ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 6 മാർക്കിന് എല്ലാ പരീക്ഷയിലും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് കഥാപാത്ര നിരൂപണം. അത് പ്രധാന കഥാപാത്ര നിരൂപണത്തിൽ എന്തൊക്കെ പോയിന്റുകളാണ് വേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്, മുഴുവനായും കണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യമായി തന്നെ പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിലെ ചിരുത എന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷതകളാണ് നോക്കുന്നത്. 1. രണ്ടിടങ്ങഴിയിലെ നായിക. അധസ്ഥിത വർഗത്തിലെ ഇന്ദുലേഖ എന്ന് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ച കഥാപാത്രം. ഉത്തമ കുടുംബിനി. കുടുംബത്തിന് വേണ്ടി തന്നാലാവും വിധം അധ്വാനിക്കുന്നു. കുടുംബസ്നേഹവും ഭർത്തൃസ്നേഹവും ഉള്ളവൾ. അടുത്തത് അതേ പാഠഭാഗത്തിലെ കോരൻ എന്ന കഥാപാത്രമാണ്. പകലന്തിയോളം പണിയെടുക്കുന്നു. പിതൃസ്നേഹി, കുടുംബസ്നേഹി. ജന്മിമാരുടെ ചൂഷണത്തിനെതിരെ പ്രതികരിക്കാൻ ധൈര്യം കാണിച്ചവൻ. തൊഴിലിനോടുള്ള ആത്മാർത്ഥത. കൂടെ പണിയെടുക്കുന്നവരോടുള്ള സ്നേഹം, വർഗബോധം. ഇമ്പോർട്ടൻ്റ് ടിപ്പാണ്. കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ഒരു ബോക്സിൽ എഴുതാൻ ശ്രദ്ധിക്കുക. ശേഷം കഥാപാത്രത്തിൻ്റെ പേര് ഹെഡിങ്ങായി നൽകുക. ശേഷം വേണം ഇതുപോലുള്ള പോയിന്റുകൾ വിശദീകരിച്ച് എഴുതാൻ. ആദ്യമായി ഇവിടെ തകഴി ശിവശങ്കരപ്പിള്ളയുടെ രണ്ടിടങ്ങഴി എന്നതിലെ ഒരു ഭാഗമാണ് പ്ലാവിലക്കഞ്ഞി എന്ന് തുടങ്ങി വേണം നിങ്ങൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ. ശേഷം ഈ പോയിന്റുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത്. അടുത്തത് അച്ഛൻ എന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷതകളാണ്. ഓരോ വിളിയും കാത്ത് എന്ന പാഠഭാഗത്തിലെ കഥാപാത്രമാണ് അച്ഛൻ. അമ്മയുടെയും മകൻ്റെയും ഓർമ്മകളിലൂടെ കഥയിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം. മറ്റുള്ളവരുമായി ഊഷ്മളമായ ബന്ധം. അസുഖങ്ങൾക്കിടയിലും വീടിനെയും വീട്ടുകാരെയും വേവലാതി. മരണത്തോടെ വീടിനെ ശൂന്യതയിലേക്ക് തള്ളുന്നു. നിരന്തരം പരിചരിച്ച പ്രകൃതിയെ കാണാതെ തന്നെ ഓരോ മാറ്റവും അനുഭവിച്ചറിയുന്നു. ഇത് അച്ഛൻ എന്ന കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. അടുത്തത് അതേ കഥാപാത്രത്തിലെ അമ്മ എന്ന കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. ഭർത്താവിൻ്റെ ഇഷ്ടമറിഞ്ഞുള്ള ജീവിതം. രോഗാവസ്ഥയിലും ഭർത്താവിന് പരിഗണന നൽകുന്നു. ഭർത്താവിൻ്റെ മരണത്തോടെ മൗനിയാക്കപ്പെടുന്നു. ഭർത്താവ് മരിച്ച ശേഷവും അദ്ദേഹം ഒപ്പമുണ്ടെന്ന ചിന്ത. മകൻ്റെ കൂടെ പോകാതെ സ്വയം തീരുമാനമെടുക്കുന്നു. ഗ്രാമപ്രകൃതിയിൽ അഭിമാനിക്കുന്നു. ഭർത്താവിൻ്റെ മരണം ഉൾക്കൊള്ളാനാവുന്നില്ല. അടുത്തത് പണയം എന്ന പാഠത്തിലെ 2 പ്രധാന കഥാപാത്രങ്ങളെ പറ്റിയാണ് പറയുന്നത്. ചാക്കുണ്ണിയെ പറ്റിയാണ് ആദ്യമായി പറയാനുള്ളത്. ജീവിതാവസ്ഥകൾ പരിതാപകരമാണ്. കലാഹൃദയമുള്ളവനാണ്. തൊഴിലിനോടുള്ള ആത്മാർത്ഥത. ദരിദ്രനായ തയ്യൽക്കാരൻ. സ്വന്തം കുഞ്ഞിനെ പോലെ റേഡിയോയെ പരിചരിക്കുന്നു. അടുത്തത് ചെമ്പ് മത്തായി എന്ന കഥാപാത്രമാണ്. കലകൾക്ക് ജീവിതത്തിൽ ഒരു സ്ഥാനവും നൽകാത്തയാൾ. പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നയാൾ. മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാത്തയാൾ. പണം പലിശയ്ക്ക് കൊടുക്കുന്നയാൾ. മക്കളെ പോലും തല്ലി വളർത്തണമെന്ന പക്ഷക്കാരൻ. അടുത്തത് കോഴിയും കിഴവിയും എന്ന പാഠഭാഗത്തിലെ മത്തായിയുടെ അമ്മ. ശക്തമായ കഥാപാത്രമാണ് മത്തായിയുടെ അമ്മ. പരോപകാര ബുദ്ധിയോടെ ജീവിക്കുന്നു. മകനെ മറക്കരുത് എന്ന് പറഞ്ഞ് കഴിഞ്ഞ കാലം മറക്കാനാവാത്ത അമ്മ. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. മകനായ മത്തായിയുടെ നെറുകേടിൽ പ്രതിഷേധിക്കുന്നു. മക്കൾ തെറ്റ് ചെയ്താൽ അത് മൂടിവയ്ക്കലല്ല വേണ്ടത്, അവരെ ശിക്ഷിക്കണമെന്ന് പറയുന്നു. മത്തായിയും ഭാര്യയും കോഴിയെ കറിവെച്ച് തിന്നുവെന്ന സത്യം നാട്ടുകാരെ അറിയിക്കുന്നു. പുതുതലമുറയിലെ എല്ലാ അമ്മമാർക്കും മാതൃകയാണ് മത്തായിയുടെ അമ്മ. ഇതോടെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ എല്ലാം സവിശേഷതകളിലൂടെ പറഞ്ഞു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ബൈ.